ഹലോ PSC ആസ്പിരൻസ്, ഭരണഘടനയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡിസ്കഷൻ ടോപ്പിക്. 350 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ പാറ്റേണും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ റോക്കറ്റ് റിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ റോക്കറ്റ് റിവിഷൻ്റെ അകത്ത് ഇന്ന് ചെയ്യുന്നതിനകത്ത് ക്യുമുലേറ്റീവ് റിവിഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് പഠിക്കാൻ ക്യുക്ക് റിവിഷൻ എന്ന രീതിക്ക് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ പഠിക്കാം. 350 ചോദ്യങ്ങളുണ്ട്, അത് പഠിക്കാം. ഇനിയല്ല ക്യുമുലേറ്റീവ് റിവിഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, പഠിച്ചെടുക്കാൻ പ്രയാസമുള്ളവർക്ക് ക്യുമുലേറ്റീവ് റിവിഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ 1 മുതൽ 350 വരെയുള്ള ചോദ്യങ്ങൾ വായിക്കും, എന്നിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ വെൽക്കം ടു സണ്ണി സീഡ്സ് PSC ക്ലാസ്സസ്. ഇന്നത്തെ ഡിസ്കഷൻ ടോപ്പിക് എന്താണ്? ഭരണഘടന. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ തിരിച്ചറിയൽ രേഖ എന്ന് NA പാൽക്കിവാല വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആമുഖത്തിനെ. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്താനാണ്. ശരിയല്ലാത്തവ കണ്ടെത്തുക. 76-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തി. ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പ് 21A ഉൾപ്പെടുത്തി. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഉത്തരം 1 76-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തി എന്ന പ്രസ്താവന തെറ്റാണ്. ഇത് തന്നെ വേറൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കുക. അപ്പം ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയത്. 2 ശരിയാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കി മാറ്റി. 3 ശരിയാണ്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ 1, 2, 3 ശരിയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2010 നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം. ഇന്ത്യയുടെ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗളി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പതാക തയ്യാറാക്കിയത് ആര്? പിംഗളി വെങ്കയ്യ. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിട്ട് ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി 42-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി വേറെ രീതിയിൽ ചോദിച്ചിരിക്കുന്നു. 42 ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ദേശീയ പൈതൃക മൃഗം ആനയാണ്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്? അയിത്ത നിർമ്മാർജ്ജനം. ഏതാണ്? ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടുകൂടി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ അയിത്ത നിർമ്മാർജ്ജനം ആർട്ടിക്കിൾ 17. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ബംഗാളി ഭാഷയിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 21A ആർട്ടിക്കിൾ 21A. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 21A. താഴെ പറയുന്നവയിൽ ഏത് തത്വമാണ് 42-ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? റിപ്പബ്ലിക്, ജനാധിപത്യം, പരമാധികാരം, സോഷ്യലിസം. ഏത് തത്വമാണ് 42-ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? സോഷ്യലിസമാണ് ശരിയുത്തരം. താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭാ സംവിധാനം നിലനിൽക്കുന്നത്? മഹാരാഷ്ട്ര, കേരള, ഒഡീഷ, ഗുജറാത്ത്. ഏത് സംസ്ഥാനത്താണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭാ സംവിധാനം നിലനിൽക്കുന്നത്? മഹാരാഷ്ട്രയിലാണ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 1946 ഡിസംബർ 9. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9.
അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. അപ്പോൾ അയിത്ത നിരോധനം എന്ന് കേൾക്കുമ്പോൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടുകൂടി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥയാണ് അയിത്ത നിർമ്മാർജ്ജനം, ആർട്ടിക്കിൾ 17. അപ്പം അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായിട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരായിട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യൻ ഭരണഘടന എത്രതരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത്? 6. അപ്പോൾ നിങ്ങൾ റിട്ടുകളെക്കുറിച്ചും വിശദമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ ഓൾറെഡി ചാനലിൽ റിട്ടുകളെ പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്നൊരു റിവിഷൻ ആയതുകൊണ്ട് നമ്മൾ അധികം സംസാരിക്കുന്നില്ല, ചോദ്യം ഉത്തരം പറഞ്ഞു പോകാം. ഓക്കെ, ഇനി എന്തെങ്കിലും എക്സ്പ്ലനേഷൻ വേണം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണം, അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റിവിഷൻ പഠിച്ചെടുക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ക്യുമുലേറ്റീവ് റിവിഷൻ പോലെ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്തു തരണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ അങ്ങനെ ചെയ്തു തരാം. അത് നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചു പോകാം ക്വിക്ക് റിവിഷനായിട്ട്. ഇന്ത്യൻ ഭരണഘടന എത്രതരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത്? 6. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയോഗിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്? മൗലിക കടമകൾ എന്ന ആശയം എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത്? ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം അതൊരു ബംഗാളി കവിയാണ് എഴുതിയിരിക്കുന്നത്, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ആനന്ദമഠം. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനമായി രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനമായി രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി പിംഗലി വെങ്കയ്യ. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം നമ്മൾ പഠിച്ചു, ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 3. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 3. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു: റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്, ന്യായവാദാർഹമാണ്, സ്വത്തവകാശത്തെ ഒഴിവാക്കി. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 1, 3, 4 ശരിയാണ്. 1, 3, 4 ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ന്യായവാദാർഹമാണ്, സ്വത്തവകാശത്തെ ഒഴിവാക്കി. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് 1, 3, 4 ഇന്ത്യൻ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട്? 24 ആരക്കാലുകളുണ്ട്. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005 നിലവിൽ വരുന്നത്. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു, പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുന്നു, തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നു. ഓപ്ഷൻസ് വായിക്കുമ്പോൾ നമുക്കറിയാം 3, 4 ഉത്തരം. ഏതാണ്? തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നു. ഇത് രണ്ടുമാണ് ഉൾപ്പെടാത്തത്. അപ്പം 3, 4 ശരി ഉത്തരം. സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 26 അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് അംഗീകരിക്കുന്നത്.
മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 51A ആണ്. മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 51A. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്, രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനായിരുന്നു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനായിരുന്നു. കാരണം ഇവിടെ നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചു, ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അപ്പോൾ നമുക്ക് പലതരത്തിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. നേരത്തെ ചോദിച്ചത് ഉത്തരമായിട്ട് ആനന്ദമഠം വരുന്ന ഏത് കൃതിയിൽ നിന്നും എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വയ്ക്കണം. പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയിരിക്കുന്നത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. നമ്മുടെ മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ്. മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം. സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണ്. സുപ്രീം കോടതിയെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഏതാണ് തെറ്റായ പ്രസ്താവന? സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണ്, അത് തെറ്റാണ്. ബാക്കിയെല്ലാം ശരിയാണ്. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗം. മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം. സുപ്രീം കോടതിയെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ശരി ഉത്തരം എന്താണ്? 3 സ്വത്തവകാശം ഒരു മൗലിക അവകാശം എന്നത് തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 1 തവണ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 1 തവണ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ബംഗാളി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് എന്നിപ്പം റീനെയിം ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 17, മഹാത്മാഗാന്ധി കി ജയ്, ഇതെല്ലാം ഓർക്കണം. അയിത്ത നിരോധന നിയമം നിലവിൽ വന്നത് 1955. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ചുവടെ നൽകിയിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക. ശരിയായത് കണ്ടെത്താനാണ് ചോദ്യം. ന്യായവാദാർഹമല്ല, അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്, ഭാഗം 4 ഉൾപ്പെടുത്തിയിരിക്കുന്നു, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലിക അവകാശമാണ്. ശരിയായത് 2, അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടിരിക്കുന്നു. 4, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലിക അവകാശമാണ്. 2ഉം 4ഉം ശരിയാണ്. അടുത്ത ചോദ്യം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നത്? 29, 30. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സമ്മേളന സ്വാതന്ത്ര്യം, സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം. ഇത് വേറൊരു രീതിയിൽ നമ്മൾ മുമ്പേ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം. അടുത്ത ചോദ്യം, 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ M.R. ബൈജു. നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ M.R. ബൈജു. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വാഹനങ്ങളിൽ ഉപയോഗിക്കാവുന്ന പതാകയുടെ അളവ് എത്രയാണ്? 450 × 300 mm ആണ് ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കാവുന്ന പതാകയുടെ അളവ്. അടുത്തത്, ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതാണ്? ഭാഗ്യവിധാത എന്നായിരുന്നു ആദ്യത്തെ നാമം. ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധ റാണിയാണ്. 26 ജനുവരി 1950 ജനഗണമനയെ ദേശീയ ഗാനമായിട്ട് അംഗീകരിക്കുന്നത്. മദൻ മോഹൻ മാളവ്യയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത്. ഇതിൽ ശരിയല്ലാത്തത്, ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. 1, 3, 4 ശരിയല്ലാത്തത്. ഓക്കെ, 1, 3, 4. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി.
മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ്. മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 16-ാം വകുപ്പ്. ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. പൊതുമുതൽ സംരക്ഷിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, പൗര അവകാശങ്ങൾ സംരക്ഷിക്കുക, സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കുക. മൗലിക കടമകളിൽ ശരിയല്ലാത്തത് ഏതാണ്? പൗര അവകാശങ്ങൾ സംരക്ഷിക്കുക. ഭരണഘടനയിൽ ഏത് അനുച്ഛേദത്തിലാണ് പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുന്നത്? 16. രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനയുടെ ഭാഗം ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ. രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനയുടെ ഭാഗം നിർദ്ദേശക തത്വങ്ങൾ. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? 293. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം 293. പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഒന്നുകൂടി വായിക്കാം. പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 28(1) താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര, ജസ്റ്റിസ് എസ് രാജേന്ദ്ര ബാബു, ജസ്റ്റിസ് MN വെങ്കടാചലയ്യ, ജസ്റ്റിസ് ഗോപാൽ ബല്ലവ് പട്നായിക്. ഏതാണ് ഉത്തരം? ജസ്റ്റിസ് ഗോപാൽ ബല്ലവ് പട്നായിക് ആണ്. ഒരു ക്ഷേമ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെൻറ് ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഒരു ക്ഷേമ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം നിർദ്ദേശക തത്വങ്ങൾ. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതാണ്? 8-ാമത്തെ വകുപ്പാണ്. ശരിയായ പ്രസ്താവന ഏത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാഠി ഭാഷയിൽ രചിച്ച ദേശീയ ഭക്തിഗാനമാണ് വന്ദേ മാതരം. ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗേശ നന്ദിനി എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഇതെല്ലാം തെറ്റാണ്. മറാഠി ഭാഷയല്ല, ദുർഗേശ നന്ദിനി അല്ല, ശങ്കരാഭരണമല്ല. ഏത് മാത്രമാണ് ശരി? 2 മാത്രമാണ് ശരി. ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെൻ്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിനോട് യോജിക്കാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെൻ്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിനോട് യോജിക്കാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു. ഇന്ത്യയിൽ പാർലമെൻ്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭ നിലകൊള്ളുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്ന് ഒരു ജനപ്രതിനിധി സഭയായി പ്രവർത്തിക്കുന്നു. നിയമനിർമ്മാണമാണ് ജനപ്രതിനിധി സഭയുടെ പ്രധാന ചുമതല. അപ്പോൾ ഏതാണ് യോജിക്കാത്ത പ്രസ്താവന? ബി ആണല്ലേ. ഇന്ത്യയിൽ പാർലമെൻ്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭ നിലകൊള്ളുന്നു. ഇത് തെറ്റാണ്. ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശം ശരിയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്ന് ജനപ്രതിനിധി സഭയായി പ്രവർത്തിക്കുന്നു ശരിയാണ്. നിയമനിർമ്മാണമാണ് ജനപ്രതിനിധി സഭയുടെ ചുമതല. അപ്പം ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് തെറ്റായിട്ടുള്ള പ്രസ്താവന ബി ആണ്. രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലികാ സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി തിരഞ്ഞെടുക്കുക. 74-ാം ഭേദഗതി. 74. ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഏതാണ്? ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഏതാണ്? 1950 ജനുവരി 26-ന് ശേഷം ഇന്ത്യൻ ഭൂപ്രദേശത്ത് ജനിച്ച വ്യക്തിയായിരിക്കണം. മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം. 18 വയസ്സ് പൂർത്തിയായിരിക്കണം. 5 വർഷമോ അതിലധികമോ കാലമായി ഇന്ത്യൻ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ആളായിരിക്കണം. നമുക്കറിയാം ഇതിൽ തെറ്റേതാണ്? 18 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ്. 1950 ജനുവരി 26-ന് ശേഷം ഇന്ത്യൻ ഭൂപ്രദേശത്ത് ജനിച്ച വ്യക്തി കറക്റ്റാണ്. മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം. 5 വർഷമോ അതിലധികമോ കാലമായിട്ട് ഇന്ത്യൻ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ആളായിരിക്കണം. സോ
തെറ്റായിട്ടുള്ള പ്രസ്താവന, അതായത് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം സി ആണ്. 18 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? സോഷ്യലിസം എന്ന വാക്കാണ് കൂട്ടിച്ചേർത്തത്. സെക്യുലർ ഇൻറ്റഗ്രിറ്റി, ഈ വാക്കുകളൊക്കെ പ്രിയാമ്പിളിൽ ആഡ് ചെയ്തത് 42ാം ഭേദഗതിയിലൂടെയാണ്. എത്ര പ്രാവശ്യം ആമുഖം ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒരു പ്രാവശ്യം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷന്മാരെ കൂടി നിയമിക്കാൻ പറ്റും? 10 പേരെ. ആകെ 11 പേരെ ചെയർമാനെ കൂടാതെ 10 പേരെ കൂടെ വിവരാവകാശ കമ്മീഷണർമാരായിട്ട് നിയമിക്കാനായിട്ട് പറ്റും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് ശരിയായത് ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. 1/3 സീറ്റ് സ്ത്രീകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നു. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഏതൊക്കെയാണ് ശരി? 1ഉം 3ഉമാണ് ശരി. അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? 2005 വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. ചെയർമാനെയും കമ്മീഷണർമാരെയും പ്രധാനമന്ത്രി നിയമിക്കുന്നു. 2005 ഒക്ടോബർ 24 നിലവിൽ വന്നു. ഏതൊക്കെയാണ് ശരിയല്ലാത്ത പ്രസ്താവന? 2ഉം 3ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവന. ചെയർമാനെയും കമ്മീഷണർമാരെയും പ്രധാനമന്ത്രി നിയമിക്കുന്നു. അതുപോലെ 2005 ഒക്ടോബർ 24 നിലവിൽ വന്നു. ആരാണ് ചെയർമാനെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത്? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, ശരിയായ ജോഡി ഏത്? MKSS വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം. സ്വത്തവകാശം നിയമപരമായ അവകാശമാണ്. ബഹുമതികൾ റദ്ദാക്കൽ മൗലിക അവകാശം. ഇന്ത്യയുടെ ഭരണഘടനാ ഭാഗം 4A മൗലിക കടമകൾ. ഇതിലേതാണ് ശരിയായ ജോഡി എന്നാണ്. MKSS എന്ന് പറഞ്ഞാൽ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം. സ്വത്തവകാശം നിയമപരമായ അവകാശം. ബഹുമതികൾ റദ്ദാക്കൽ മൗലിക അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4 മൗലിക കടമകൾ. എല്ലാം ശരിയാണ്. ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. 6 മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു. നമുക്ക് ആദ്യം വായിക്കുമ്പോൾ തന്നെ പിടികിട്ടും. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടന എന്നുള്ളതാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ ബാക്കിയെല്ലാം ശരിയാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. 6 മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഇവിടെ ഉത്തരം 2ഉം 3ഉം 4ഉം എന്നുള്ളതാണ് ശരിയായ പ്രസ്താവനകൾ. 2ഉം 3ഉം 4ഉം. ലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, അമേരിക്ക, ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ, ഓസ്ട്രേലിയയൊക്കെ ലിഖിത ഭരണഘടനയുള്ളതാണ്. അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഫ്രാൻസ്, ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലൻഡൊക്കെ അലിഖിത ഭരണഘടനയുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അപ്പോൾ ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ശരിയായതും ചോദിക്കും, തെറ്റായതും ചോദിക്കും അല്ലേ? അപ്പോൾ നിയമനിർമ്മാണ സഭയെക്കുറിച്ചാണ് ശരിയായത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ടിക്കിട്ട് വയ്ക്കണം. ഇനി തെറ്റായവ കണ്ടെത്താനാണെങ്കിൽ എന്തിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് അതും അണ്ടർലൈൻ ചെയ്യണം. അതുപോലെ എന്താണ് ചോദിച്ചിരിക്കുന്നത് അവിടെ തെറ്റാണെങ്കിൽ തെറ്റ്. കാരണം നമ്മൾ പെട്ടെന്ന് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവനകളോടാണ് അവിടെ നമുക്ക് ആഭിമുഖ്യം. അപ്പോൾ അത് ക്വസ്റ്റ്യൻ നമ്മൾ റീഡ് ചെയ്യുന്നത് നമുക്ക് ആൻസേഴ്സ് നെഗറ്റീവായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ നമുക്ക് അന്നേരം ചിലപ്പോൾ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻറ്റു മാർക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ അറ്റൻഷൻ അങ്ങോട്ട് പോകുമോ, തെറ്റായവയാണല്ലോ ചോദിച്ചിരിക്കുന്നതെന്ന് നമ്മുടെ അറ്റൻഷൻ അങ്ങോട്ട് പോകും. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങളെ തിരഞ്ഞെടുത്തു. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷം സമിതിയുടെ അംഗസംഖ്യ 199 അപ്പോൾ ഇതിൽ ശരിയായത് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 പേരെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 അതും ശരിയാണ്. ഇനി എന്താ, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിൽ പ്രവിശ്യകളിൽ അതും ശരിയാണ്. വിഭജനത്തിന് ശേഷം 199 അല്ല. വിഭജനത്തിന് ശേഷം 296 എന്നുള്ളത് 229 അതുപോലെ 93 എന്നുള്ളത് പ്രിൻസ്ലി സ്റ്റേറ്റിലെ 70 മാറി.
ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ വനിതാ അംഗങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? 17. വിഭജനത്തിന് ശേഷം വനിതാ അംഗങ്ങളുടെ എണ്ണം എത്ര ആയിട്ട് മാറി? 15 ചുരുങ്ങി. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ 1, 2, 3 പ്രസ്താവനകൾ മാത്രമാണ് ശരി. 1, 2, 3 പ്രസ്താവനകൾ മാത്രമാണ് ശരി. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിട്ടില്ലാത്ത ആശയം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിട്ടില്ലാത്ത ഒരാശയമാണ് വോട്ടവകാശം എന്നത്. വോട്ടവകാശം ആമുഖത്തിൽ പരാമർശിച്ചിട്ടില്ലാത്ത ആശയമാണ്. ഇന്ത്യ ഗവൺമെൻറ് ഈ സിമ്പൽ, കറൻസി സിമ്പൽ, ഈ റുപ്പിയുടെ സിമ്പൽ, ഈ ചിഹ്നം രൂപയുടെ ദേശീയ ചിഹ്നമായിട്ട് സ്വീകരിച്ചത് എന്നാണ്? 2010 ജൂലൈ 15 ഈ ദേശീയ ചിഹ്നമായിട്ട്, രൂപയുടെ ദേശീയ ചിഹ്നമായിട്ട് ഇത് അംഗീകരിക്കപ്പെടുന്നത് 2010 ജൂലൈ 15. 2010 ജൂലൈ 15 ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? തിരശ്ചീനമായി മുകളിൽ കുങ്കുമനിറം, നടുക്ക് വെള്ളനിറം, താഴെ പച്ചനിറം. 2022 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. അടുത്തത്, നീളവും വീതിയും തമ്മിലുള്ള ആനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് 3600, 2400 ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യ അന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. ഈ പറഞ്ഞവയിൽ ശരിയായവയാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ നോക്കാം. 1, 2, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 1, തിരശ്ചീനമായി മുകളിൽ കുങ്കുമനിറം, നടുക്ക് വെള്ളനിറം, താഴെ പച്ചനിറം. ശരിയാണ്. അടുത്തത്, 2022 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. 4, ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യ അന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. അപ്പോൾ ഇവിടെ ശരി 1, 2, 4 1, 2, 4 ശരി. അടുത്ത ചോദ്യം, ഏത് മൗലിക അവകാശ വിഭാഗത്തിലാണ് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏത് മൗലിക അവകാശ വിഭാഗത്തിലാണ് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? തുല്യതയ്ക്കുള്ള അവകാശം. തുല്യതയ്ക്കുള്ള അവകാശം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതി രൂപീകരിക്കുന്നത്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് 1947 ഓഗസ്റ്റ് 15 അത് തെറ്റാണെന്ന് നമുക്ക് വായിക്കുമ്പോഴേ അറിയാം അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടി ആണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായിട്ട് സംഘടിപ്പിച്ചത്. ആദ്യ യോഗം ചേരുന്നത് എന്നാണ്. ഇപ്പോൾ ഒരുപാട് തവണ നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്തു കഴിഞ്ഞു. ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, ആരും കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇൻവോൾവ്മെൻറ്റ് കാണിക്കുന്നില്ല കേട്ടോ വീഡിയോസിൽ. അപ്പോൾ നിങ്ങളും കൂടെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സമത്വ അവകാശം. ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? നമ്മൾ കുറേ തവണ പഠിച്ചു, സ്വത്തവകാശമാണ് അല്ലേ, സ്വത്തവകാശം. അടുത്തത്, നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ നൽകണമെന്നും പറയുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം ആർട്ടിക്കിൾ 14. എന്താ ആർട്ടിക്കിൾ 14? നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം. അതാണ്. അപ്പോൾ നിയമസമത്വം എന്ന് പറഞ്ഞാൽ ഒരു പൗരനും നിയമത്തിന് മുന്നിൽ പ്രത്യേക പരിഗണന ഇല്ല. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന എല്ലാ നിയമങ്ങളും എല്ലാ പൗരന്മാരെയും ഒരുപോലെ സംരക്ഷിക്കും. ഇതാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. അടുത്ത ചോദ്യം, ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം? 1961. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം 1961. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ബാലവേല നിരോധിച്ചിരിക്കുന്നത് അനുച്ഛേദം 24. 24 വയസ്സ് വരെ ബാലവേല എടുക്കുമായിരുന്നു എന്നോ അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വയ്ക്കണം. അപ്പോൾ 24 ആർട്ടിക്കിൾ 24. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? എന്താണത് പറയുന്നത്? വ്യവസായശാലകളിലും അതുപോലെ റിസ്ക്കുള്ള അപകടകരമായ മേഖലകളിലുമൊക്കെ കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. വ്യവസായശാലകളിലും അപകടകരമായ മേഖലയിലുമൊക്കെ കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ബാലവേല നിരോധനം ആർട്ടിക്കിൾ 24. അടുത്തത്,
ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്താൽ എത്ര മണിക്കൂറിൽ കോടതിയിൽ ഹാജരാക്കണം? 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്താൽ എത്ര മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം? 24 മണിക്കൂർ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് എന്താണ്? മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഭാഗം 3 ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ഇനിയും ചോദിക്കാം, ഭരണഘടനയുടെ ആണിക്കല്ല് അല്ലെങ്കിൽ ഇന്ത്യയുടെ മാഗ്ന കാർട്ട അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ, ഈ വിശേഷണങ്ങളൊക്കെയുള്ള ഭരണഘടനയിലെ ഭാഗം ഏതെന്ന് ചോദിച്ചാലും ഭാഗം 3 തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിട്ടുകിട്ടുവാനായിട്ട് പ്രയോഗിക്കുന്ന റിട്ട് ഏതാണ്? അന്യായമായിട്ട് തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാനായിട്ട് പ്രയോഗിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. റിട്ട് എന്ന് നമുക്കറിയാലോ, മൗലിക അവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ട് എന്ന് പറയുന്നത്. ഈ റിട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഈ വാക്കുകളെല്ലാം 5 തരം റിട്ടാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന റിട്ടുകളുടെ എണ്ണം എത്ര? 5 ഈ വാക്കുകളെല്ലാം ലാറ്റിൻ വാക്കുകളാണ്. ഹേബിയസ് കോർപ്പസ്, പ്രൊഹിബിഷൻ, സെർഷ്യോറി, മാൻഡമസ്, കോ വാറണ്ടോ, ഇതാണ് 5 റിട്ടുകൾ എന്ന് പറയുന്നത്. ഇതെല്ലാം ലാറ്റിൻ വാക്കുകളാണ്. അതുപോലെ ഇതിനകത്ത് പ്രധാനമായ 2 കാര്യങ്ങൾ കൂടിയുണ്ട്. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 32 അതുപോലെ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 226 അത് തെറ്റിപ്പോകുന്നത്. സുപ്രീം കോടതി 32, ഹൈക്കോടതി 226 ഓർത്ത് വയ്ക്കണേ. ഓക്കെ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം, കുറച്ച് നമുക്ക് സ്പീഡിൽ പോകാം. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950 ദേശീയ നിയമദിനം എന്നാണ്. നവംബർ 26 ദേശീയ നിയമദിനം. ഇന്ത്യൻ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993 സെപ്റ്റംബർ 28. ഇന്ത്യൻ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993 സെപ്റ്റംബർ 28. ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരാണ്? ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. മൗലിക കർത്തവ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 4A. മൗലിക കർത്തവ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? 4A. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. അപ്പം മൗലിക അവകാശങ്ങളെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റുകൾ വായിക്കാം. 1. മൗലിക അവകാശങ്ങൾ അയർലൻഡിൻ്റെ ഭരണഘടനയെ മാതൃകയാക്കി എടുത്തതാണ്. ബി. മൗലിക അവകാശങ്ങൾ സാധിച്ചു കിട്ടാൻ സുപ്രീം കോടതിയെ സമീപിക്കാം. സി. മൗലിക അവകാശങ്ങൾ 6 എണ്ണമാണ്. ഡി. ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ് ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏതാണ് മൗലിക അവകാശങ്ങളെ പറ്റി തെറ്റായ പ്രസ്താവന? മൗലിക അവകാശങ്ങൾ അയർലൻഡിനെ ഭരണഘടനയെ മാതൃകയാക്കി എടുത്തതാണ്. ശരിയാണോ? അയർലൻഡ് അല്ലല്ലോ. മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ ഇത് തെറ്റാണ്. മൗലിക അവകാശങ്ങൾ സാധിച്ചു കിട്ടാൻ സുപ്രീം കോടതിയെ സമീപിക്കാം. റൈറ്റ്. മൗലിക അവകാശങ്ങൾ 6 എണ്ണമാണുള്ളത്. അതെ. ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? മൗലിക അവകാശങ്ങൾ 7 എണ്ണം ഉണ്ടായിരുന്നു. നിലവിൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ എത്ര എണ്ണമാണ്? 6 എണ്ണമാണ്. സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ റൈറ്റ്. ഇനി ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ് ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ശരിയാണോ? മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭാഗം എവിടെയാണ്? ഭാഗം 3-ലാണ്. നമ്മൾ മുമ്പേ പഠിച്ചു. ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണെന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ അതും കറക്റ്റാണ്. അപ്പോൾ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. എ ആണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഉത്തരം എ തെറ്റാണ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങൾ ഉണ്ട്? മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട്? 5. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പരമാധികാരം നൽകിയിരിക്കുന്നത് ആർക്കാണ്? ജനങ്ങൾക്കാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പരമാധികാരം ആർക്കാണ്? ജനങ്ങൾക്കാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? BN റാവുവിനെയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിട്ട് തിരഞ്ഞെടുത്തത് BN റാവു. അടുത്ത ചോദ്യം, ഇന്ത്യ ഗവൺമെൻറ്റിന് ആവശ്യമായ നിയമ ഉപദേശം നൽകുന്നത് ആരാണ്? ഇന്ത്യ ഗവൺമെൻറ്റിന് ആവശ്യമായ നിയമ ഉപദേശം നൽകുന്നത് അറ്റോർണി ജനറലാണ്. ഇന്ത്യ ഗവൺമെൻറ്റിന് ആവശ്യമായ നിയമ ഉപദേശം നൽകുന്നത്. ഗവർണറെ നിയമിക്കുന്നത് ആരാണ് ഗവർണറെ നിയമിക്കുന്നത്? ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. തെറ്റിപ്പോകരുത്. ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്.
ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 368. 368 ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം എത്ര? നേരത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യത്തിൽ നമ്മളിതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിച്ച് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് കാര്യങ്ങൾ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് വരുന്നുണ്ടല്ലേ. കാര്യം ഒന്ന് തന്നെയായിരിക്കും, പക്ഷേ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ എത്രയാണ്? 93. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? പ്രിയാമ്പിൾ, ആമുഖത്തിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. നിയമദിനവും നമ്മൾ പഠിച്ചു, നവംബർ 26. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇതും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമുക്ക് കിട്ടിയിരുന്നു. ഉത്തരം എന്താ? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 21A ആണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ സെറ്റ് ചോദ്യങ്ങളിൽ, അതായത് 2, 3 ഒക്കെ ചോദ്യങ്ങളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. ആ സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ അവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 21A 21A. അപ്പോൾ ഈ ആർട്ടിക്കിൾ 21A പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസ അവകാശവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നിയമമാണ് വിദ്യാഭ്യാസ നിയമം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26 പക്ഷേ നിലവിൽ വന്നതെന്ന പാർലമെൻറ്റ് പാസ്സാക്കിയ ഈ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 2010 ഏപ്രിൽ 1 നിലവിൽ വരുന്നത്. 2009 ഓഗസ്റ്റ് 26 പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 ഓർത്തിരിക്കണം. തുടർന്ന് പഠിക്കാം. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അല്ലേ. 4A. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനാണ് ഇവിടെ ചോദ്യം. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. നിലവിലെ ചെയർമാൻ അറിയാമോ? കമൻറ്റ് ചെയ്യും. ഓക്കെ. ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസ്സാക്കിയത്? 2013 ഇന്ത്യൻ പാർലമെൻറ്റ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസ്സാക്കുന്നത്. 2013. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതി. ഇന്ത്യയിൽ സ്വത്തവകാശം മൗലിക അവകാശത്തിൻ്റെ ഭാഗമല്ലാതായി തീർന്നത് ഏതു ഭേദഗതിയിലൂടെയാണ്? 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ സ്വത്തവകാശം മൗലിക അവകാശത്തിൻ്റെ ഭാഗമല്ലാതായി തീർന്നത്. ഏതു ഭേദഗതിയിലൂടെയാണ്? 44-ാം ഭരണഘടനാ ഭേദഗതി. മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ്? 16-ാം വകുപ്പാണ്. 16-ാം വകുപ്പ് അല്ലേ. 16-ാം വകുപ്പ് എന്താ പറയുന്നത്? പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്നത് ഏതാണ്? 16-ാം വകുപ്പാണ്. സമത്വത്തിനെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? തുല്യ പദവി, അവസര സമത്വം ഒക്കെ പറയുന്നുണ്ട്, ആമുഖത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏത് ആർട്ടിക്കിളാണ് അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? 16-ാം വകുപ്പാണ്. ഓക്കെ. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗ. ദേശീയ നദി ഗംഗ. ദേശീയ ഗാനത്തെയും ദേശീയ പതാകയും വന്ദിക്കുക എന്നത് എന്താണ്? മൗലിക കർത്തവ്യമാണ് ദേശീയ ഗാനത്തെയും ദേശീയ പതാകയും വന്ദിക്കുക എന്നത്. നോക്കാം. ഒരു ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കുവാൻ ഒരു പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കാം. 15% വോട്ട് എന്നാണ്. 15% വോട്ട് 2 സംസ്ഥാനങ്ങളിൽ, 6% വോട്ട് 4 or 5 സംസ്ഥാനങ്ങളിൽ, 25% വോട്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്. അപ്പോൾ ഒരു ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കപ്പെടണമെങ്കിൽ ഒരു പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ട് എത്രയാണ്? അപ്പോൾ ഒരു ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കപ്പെടണമെങ്കിൽ ചില നിബന്ധനകൾ പാലിച്ചിരിക്കണം അല്ലേ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പിലോ 4 സംസ്ഥാനങ്ങളിലെങ്കിലും കുറഞ്ഞത് 6% വോട്ട്. ഏതെങ്കിലും ഒരു സംസ്ഥാനങ്ങളിലെയോ ലോക്സഭാ ഇലക്ഷനിൽ കുറഞ്ഞത് 4 സീറ്റ് നേടണം. ഇനി അതല്ലെങ്കിൽ 3 സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞത് 2%, ലോക്സഭാ സീറ്റിലെ 11 സീറ്റിലും വിജയം. ഇനി അല്ലെങ്കിൽ 4 സംസ്ഥാനങ്ങളിൽ നിന്ന് 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകരിച്ചിരിക്കണം. ഇതാണ് ഒരു പാർട്ടിയെ ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കണമെങ്കിലുള്ള നിബന്ധന. അപ്പോൾ
അപ്പോൾ വോട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എത്ര ശതമാനം വോട്ട് കിട്ടണം? 6% വോട്ട് 4-5 സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഏതാണ് ഇവിടെ കറക്റ്റ് ഉത്തരം? ബി ആണ് റൈറ്റ് ആൻസർ. അടുത്തത്, മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 അതേ ജന്മദിനത്തിലുള്ള മറ്റൊരു ദേശീയ നേതാവ് ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. അടുത്ത ചോദ്യം, 1953 നിലവിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമല്ലാതിരുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സർദാർ KM പണിക്കർ, സി രാജഗോപാലാചാരി, HN ഖുൻസ്രു, ഫസൽ അലി. അപ്പം എന്താ ഫസൽ അലി കമ്മീഷൻ എന്നാണ് പറയുന്നത് അല്ലേ? അതിൽ അംഗമല്ലാതിരുന്നത് ആരാണ്? സി രാജഗോപാലാചാരിയാണ് റൈറ്റ് ആൻസർ. സി രാജഗോപാലാചാരി. ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം ഇന്ത്യയിൽ രൂപം കൊണ്ടത് എന്നാണ്? 2005 ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം ഇന്ത്യയിൽ രൂപം കൊണ്ടത് 2005. പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് CAG ആണ്. CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് CAG. ഓക്കെ, CAG എന്താ? ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ അറിയപ്പെടുന്നതാണ് CAG എന്ന് കേട്ടോ. CAG കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ ഏതാണ്? 148 മുതൽ 151 വരെയാണ്. ഓക്കെ, പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ ആരാണ്? CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അടുത്ത ചോദ്യം, മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. അപ്പം നെഗറ്റീവായിട്ടാണ് ക്വസ്റ്റ്യൻ. മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും ആചരിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മതപരമായ ബോധനങ്ങൾ നടത്തുന്നതിന്. സദാചാരം ആരോഗ്യം ഇവയ്ക്ക് വിധേയമായി മതസംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നതിന്. മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ഏതാണ്? ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും ആചരിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അല്ലേ? അതുപോലെ സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മതപരമായ ബോധനങ്ങൾ നടത്താം. സദാചാരം ആരോഗ്യം ഇവയ്ക്ക് വിധേയമായി മതസംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നത്. മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ഇതിൽ ഏതാണ് പെടാത്തത്? മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതാണ്? സി ആണ് കറക്റ്റ് ആൻസർ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയാണ്. 25 മുതൽ 28. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ പഠിച്ചതൊന്ന് ഓർക്കാം. മതേതരത്വം എന്ന പദം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയാണ്? 42ാം ഭേദഗതി 1976. 42ാം ഭേദഗതി. തുടർന്ന് പഠിക്കാം. ലോക്സഭയിലും രാജ്യസഭയിലും അംഗമാകാത്ത കേന്ദ്രമന്ത്രിയായി തുടരാൻ അനുവദനീയമായ കാലപരിധി എത്രയാണ്? 6 മാസം. ലോക്സഭയിലും രാജ്യസഭയിലും അംഗമാകാത്ത കേന്ദ്രമന്ത്രിയായിട്ട് തുടരാൻ അനുവദനീയമായ കാലപരിധി 6 മാസമാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം അറിയപ്പെടുന്നത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. അടുത്ത ചോദ്യം, നോട്ട ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം. നോട്ട എന്ന് വെച്ചാൽ എന്താ? നൺ ഓഫ് ദ അബോവ് അതാണ് നോട്ട. ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ് നോട്ട നടപ്പിലാക്കുന്ന രാജ്യം. ഓക്കെ, അപ്പം നോട്ട നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് പറയും? ബംഗ്ലാദേശാണ് നോട്ട നടപ്പിലാക്കുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം. ഇനി ഇന്ത്യയിൽ നിലവിൽ വന്ന 14ാമത്തെ രാജ്യമാണ് ഇന്ത്യ. നോട്ട നിലവിൽ വരുന്ന 14ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്താണിത്? നിഷേധ വോട്ടാണ്. ഇന്ത്യയിൽ നോട്ട നിഷേധ വോട്ട് നിലവിൽ വരുന്നതിന് കാരണമായ സംഘടനയുണ്ട്. ഏതാണ്? പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് ആണ് ഇന്ത്യയിലെ ഈ നിഷേധ വോട്ട് നിലവിൽ വരുന്നതിന് കാരണമായ സംഘടന. നോട്ട എന്ന് പറഞ്ഞാൽ എന്താ? തെരഞ്ഞെടുപ്പിൽ നമുക്ക് മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സിന് ആരോടും നമുക്ക് താല്പര്യമില്ല. വോട്ടർമാർക്ക് അവരെ ജയിപ്പിക്കുന്നതിൽ വിയോജിപ്പുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? നൺ ഓഫ് ദി എബോവ്. ഒരു പ്രത്യേക ബട്ടൺ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ചേർത്തിട്ടുണ്ട്. അതാണ് നോട്ട, നൺ ഓഫ് ദി എബോവ്. അപ്പോൾ അതാണ് ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം ഏതാണെന്നായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യം. ഏതാണ്? ഫ്രാൻസ് ആണ് ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത്. ക്ലിയർ? ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുള്ള റിട്ടുകളുടെ എണ്ണം എത്രയാണ്? 5 നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. നമ്മുടെ രാജ്യത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നത് എന്താണ്? ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന് അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യം ഏതാണ്? ഗ്രീസ് ആണ് ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യം. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യവും ഗ്രീസാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യം, ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്ന രാജ്യം, ഇതെല്ലാം ഗ്രീസാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണ്. അപ്പോൾ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയുമാണ്. ലോകത്തിലെ ആദ്യത്തെ അവകാശപത്രമായ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് എന്നാണ്? 1215 ജൂൺ 15 ലോകത്തിലെ ആദ്യത്തെ അവകാശപത്രമായ മാഗ്ന കാർട്ട ഒപ്പുവെക്കുന്നത്. ഇന്ത്യക്കൊരു ഭരണഘടന വേണം എന്ന് ആവശ്യപ്പെട്ടത് ആരാണ്? MN റോയ് ആണ്. MN റോയ് ആണ് ഇന്ത്യക്കൊരു ഭരണഘടന വേണം എന്ന് ആവശ്യപ്പെട്ടത്. MN റോയ് ഭരണഘടന വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് ഏത് പത്രത്തിലൂടെയാണ്? ദി ഇന്ത്യൻ പാട്രിയറ്റ്. ദി ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ് MN റോയ് ഭരണഘടന വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. ഡീൽ? ഓക്കെ. ജനകീയ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരാണ്? MN റോയ് ആണ്. MN റോയ് ആണ് ജനകീയ ആസൂത്രണത്തിൻ്റെ പിതാവ്. കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ അതങ്ങ് ഒന്നിച്ച് വെച്ചതേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരൻ MN റോയ്. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് MN റോയ്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ടത് MN റോയ് ആണ്. അദ്ദേഹം ആ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് ദി പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ്. ജനകീയ ആസൂത്രണത്തിൻ്റെ പിതാവാണ് MN റോയ്. കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനും MN റോയ് ആണ്. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് MN റോയ് ആണ്. ഇന്ത്യക്കൊരു ഭരണഘടന വേണം എന്നാവശ്യപ്പെട്ട പാർട്ടി ഏതാണ്? ആരാണ് ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്നാവശ്യപ്പെട്ട പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. സ്വരാജ് പാർട്ടി. ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട INC യോഗം ഏതാണ്? ബോംബെ സമ്മേളനമാണ്. ആ INC യോഗത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിലെ ആദ്യത്തെ നിയമനിർമ്മാതാവ് എന്നറിയപ്പെടുന്നത് മനു ആണ്. ആധുനിക മനു എന്നറിയപ്പെടുന്നത് ആരാണ്? BR അംബേദ്കർ ആണ്. ലോകത്തിലെ ആദ്യത്തെ ഭരണഘടന നിലവിൽ വന്നത് ഏത് രാജ്യത്താണ്? അമേരിക്കയിലാണ് ആദ്യത്തെ ഭരണഘടന. ലോകത്തിലെ ആദ്യത്തെ ഭരണഘടന നിലവിൽ വരുന്നത് അമേരിക്കയിലാണ്. 1789 ഭരണഘടന നിലവിൽ വരുന്നത്. അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ജെയിംസ് മാഡിസൺ. ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി. മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി. ആരാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളിനെയാണ്? ആർട്ടിക്കിൾ 32 മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നും കൂടി ഇതിനെ വിശേഷണമുണ്ട്. വിശേഷിപ്പിച്ചത് അംബേദ്കറാണ്. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 32. കാരണം ആർട്ടിക്കിൾ 32 മൗലിക അവകാശങ്ങളുടെ സർവ്വവിധ സംരക്ഷണവും ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. എന്താണ് ഈ ആർട്ടിക്കിൾ 32 പറയുന്നത്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അതാണ് ആർട്ടിക്കിൾ 32. അതായത് മൗലിക അവകാശങ്ങളുടെ ലംഘനമുണ്ടായാൽ ഒരു പൗരന് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാം എന്ന് പറയുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 32. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആർട്ടിക്കിൾ 32 വിശേഷിപ്പിച്ചത്. കേരള ഹൈക്കോടതി രൂപം കൊണ്ടത് 1956 നവംബർ 1 ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏതാണ്? ഏക പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാണ്? ബ്രിട്ടനിൽ നിന്നാണ് ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 3. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് ഏത് വർഷമാണ്? 1955. പൗരത്വ ഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2020 ജനുവരി 10. പൗരത്വ ഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2020 ജനുവരി 10. മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. അയർലൻഡ്. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമായി മാറ്റുന്നതിനു വേണ്ടി ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമായി മാറ്റുന്നതിനായിട്ട് ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ അടിസ്ഥാനം എന്നും അറിയപ്പെടുന്നുണ്ട്. ഫണ്ടമെൻ്റൽ ടു ദ ഗവേണൻസ് ഓഫ് ദ കൺട്രി. എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ അങ്ങനെയും അറിയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് വിഭാഗം എന്നറിയപ്പെടുന്നുണ്ട്. എന്താ? മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ആർട്ടിക്കിൾ 36 to 51. 36 to 51 ആണ്. ഓക്കെ. അപ്പോൾ മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്?
അയർലൻഡിൽ നിന്നാണ്. ലോകത്തിൽ ആദ്യമായിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സ്പെയിനാണ്. ലോകത്തിൽ ആദ്യമായിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം സ്പെയിനാണ്. ഈ ആശയം, മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. ആർട്ടിക്കിൾ 36 to 51. അതുപോലെ മറ്റൊരു പോയിന്റ് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ അടിസ്ഥാനം, ഫണ്ടമെൻ്റൽ ടു ദ ഗവേണൻസ് ഓഫ് ദ കൺട്രി എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് വിഭാഗം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കൂടെ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം ഏതാണ്? ഭാഗം 4. അടുത്ത ചോദ്യം, അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് ഭാഗം എന്നറിയപ്പെടുന്നത് എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഓക്കെ, 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ 10 മൗലിക കർത്തവ്യങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. 51A, A to J. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ആ സമയത്ത് പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടൊരു പോയിന്റ് ഇട്ടതാണ്. 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതി. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി 42ാമത്തെ എന്നാണ് 1976 ആ സമയത്ത്. ഈ 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. അതുപോലെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാലും 42ാം ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇത് ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേര് സ്വരൺ സിംഗ് കമ്മിറ്റി എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളൂടെ മനസ്സിലാക്കി വെക്കണം. 42ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ പാസ്സായ വർഷം ചോദിച്ചാൽ 1976 ആണ്. ഇനി ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1977 Jan 3. ഓക്കെ, 1977 January 3 ഭരണഘടനാ ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. ഇതിനു മുമ്പേ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളിൽ പഠിച്ച ഒരു കാര്യം കൂടി ഇവിടെ റിവൈസ് ചെയ്യാം. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയായിരുന്നു? മതേതരത്വം, അഖണ്ഡത, സ്ഥിതി സമത്വം, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി. ഈ 3 വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്, ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. ഓക്കെ, മറക്കത്തില്ലല്ലോ. ഓക്കെ, നമുക്ക് തുടർന്ന് പഠിക്കാം. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ആദ്യത്തെ മലയാളി ആരാണ്? KR നാരായണനാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ആദ്യത്തെ മലയാളി. ഉപരാഷ്ട്രപതി പദവിയിലിരിക്കെ അന്തരിച്ച ഏക വ്യക്തി? 2002 അന്തരിച്ച കിഷൻ കാന്താണ് ഉപരാഷ്ട്രപതി പദവിയിലിരിക്കെ അന്തരിച്ച ഏക വ്യക്തി. ലോക്സഭയിലെ പരമാവധി സീറ്റുകൾ 552. പാർലമെന്റിന്റെ ലോവർ ഹൗസ്, അധോസഭ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലോക്സഭയാണ്. ലോക്സഭയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 81 ആണ്. ലോക്സഭ നിലവിൽ വരുന്നത് 1982 ഏപ്രിൽ 17. 1982 ഏപ്രിൽ 17 ലോക്സഭ നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ജെയിംസ് വിൽസൺ ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി. ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? 5ാം ഭാഗം. ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 5ാം ഭാഗമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി പ്രകാരം ഇനി പറയുന്നവയിൽ ഏത് വാദമാണ് ശരിയല്ലാത്തത്? ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഭരണഘടനാ കൺവെൻഷനോ ഭരണഘടനാ അസംബ്ലിയോ പോലെയുള്ള ഒരു പ്രത്യേക ബോഡിക്ക് വ്യവസ്ഥയില്ല. ഭരണഘടനാ ഭേദഗതിക്ക് തുടക്കം കുറിക്കാനുള്ള അധികാരം പാർലമെൻറ്റിൻ്റേതാണ്. ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അതത് സംസ്ഥാനങ്ങൾക്ക് അത് സംസ്ഥാന നിയമസഭകൾക്ക് അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാം. ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കാൻ ബുദ്ധിമുട്ടായ അവസരങ്ങളിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും സംയുക്ത മീറ്റിംഗ് നടത്താൻ വ്യവസ്ഥയുണ്ട്. അങ്ങനെ വ്യവസ്ഥ ഇല്ല. അപ്പോൾ D ആണ് റൈറ്റ് ആൻസർ. ശരിയല്ലാത്തവ ഏതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ ഇവയെ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത് താഴെ പറയുന്നവയിൽ എന്താണ്? പാർലമെൻറ്റിൻ്റെ ലളിതമായ ഭൂരിപക്ഷം, പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷം, പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ സമ്മതവും, ഒരു കോടതി ഉത്തരവ്. പൗരത്വം ഏറ്റെടുക്കൽ അല്ലെങ്കിൽ അവസാനിപ്പിക്കൽ ഇവയെ സംബന്ധിച്ചുള്ള ഭേദഗതിക്ക് ആവശ്യം പാർലമെൻറ്റിൻ്റെ ലളിതമായ ഭൂരിപക്ഷമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങളിൽ പെടാത്തത്? രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ അനുവദിക്കാനുള്ള അവകാശം, വോട്ടെടുപ്പ് ചെലവുകൾക്ക് പരിധി നിശ്ചയിക്കാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പിൻ്റെ ഷെഡ്യൂൾ തീരുമാനിക്കാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കാനുള്ള അവകാശം. താഴെ പറയുന്നതിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയുമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം കമ്മീഷന് ഇല്ല. സോ D ഈസ് ദ റൈറ്റ് ആൻസർ. ബാക്കിയെല്ലാം കറക്റ്റാണ്.
രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ അനുവദിക്കാനുള്ള അവകാശമുണ്ട്. വോട്ടെടുപ്പ് ചെലവുകൾക്ക് പരിധി നിശ്ചയിക്കാനുള്ള അവകാശമുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ ഷെഡ്യൂൾ തീരുമാനിക്കാനുള്ള അവകാശവുമുണ്ട്. സോ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത്? ഏതാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത്? ചരക്കുകളുടെ ഉൽപ്പാദനവും വിതരണവും, വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ, ഖനികളുടെയും ധാതുക്കളുടെയും വികസനത്തിൻ്റെ നിയന്ത്രണം, ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണം, ശാസ്ത്രീയ സാങ്കേതിക സ്ഥാപനങ്ങൾ എന്നിവയുടെ മാനദണ്ഡങ്ങൾ. ഇതിലില്ലാത്തത് ബി ആണ്. കൺകറന്റ് ലിസ്റ്റിൽ ഇല്ലാത്തത് വർത്തമാനപത്രം, പുസ്തകം, അച്ചടി പ്രസ്സാണ്. ഓക്കെ, സോ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നത് ആറ്റിങ്ങലല്ല കേട്ടോ, ആർട്ടിക്കിൾ 311. സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നത് ആർട്ടിക്കിൾ 311. അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റാണ്. അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത്? ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത് ഹിന്ദി, ഒഡിയ, മലയാളം, തമിഴ്. ആൻസർ ഹിന്ദി, ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത്. അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 358. അപ്പോൾ അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 358. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിൾ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഏതാണ് അടിയന്തര അവസ്ഥ കാലങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിൾ ഏതാണ്? 2021. ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങൾ ഏതാണ്? സുവർണ ത്രികോണങ്ങൾ എന്നറിയപ്പെടുന്ന അനുച്ഛേദം 14, 19, 21. 14, 19, 21. അടുത്ത ചോദ്യം നോക്കാം. 1946 ഡിസംബർ 13 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം 1946 ഡിസംബർ 13 അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ത്രിവർണ്ണ പതാകയെ ദേശീയ പതാകയായിട്ട് അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22 ത്രിവർണ്ണ പതാകയെ ദേശീയ പതാകയായിട്ട് അംഗീകരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? HC മുഖർജിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ. ആരാണ്? HC മുഖർജി. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് എന്നാണ്? 1946 ഡിസംബർ 6. 1946 ഡിസംബർ 6. ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ശില്പി ആരാണ്? സർ മോറിസ് ലിൻഫോർഡ് ആണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ശില്പി. ആമുഖം എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്? നമ്മൾ പഠിച്ചു, ഒരു തവണ. ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു തീയതി ഏതാണ്? 1949 നവംബർ 26 എന്നുള്ള തീയതിയാണ് ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും റിപ്പീറ്റ് ചെയ്ത് ആർട്ടിക്കിൾ 32 ആണ്. ഭരണഘടനയുടെ നട്ടെല്ല് എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏതാണ്? ആർട്ടിക്കിൾ 19 ആണ്. ആർട്ടിക്കിൾ 19 ആണ് ഭരണഘടനയുടെ നട്ടെല്ല്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇതിനകത്താണ് അല്ലേ? ആർട്ടിക്കിൾ 19. അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് 23 ആണ്. 23. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള. താഴെ പറയുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇതിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശമാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് എ. 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം എന്തായിരുന്നു? ചർക്കയായിരുന്നു. 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ചർക്കയായിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയന്ത്രിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രപതി. ചോദ്യം, യൂണിയൻ പബ്ലിക് കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിയമം, അഡ്മിനിസ്ട്രേഷൻ, ഉപദേശക സമിതി, ഭരണഘടനാ സ്ഥാപനം. എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനാ സ്ഥാപനം. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? സുഗതകുമാരി. സുഗതകുമാരിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ. കൺട്രോളർ ഓഡിറ്റർ ജനറൽ നമ്മൾ പറഞ്ഞു CNDG. CNDGയെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. CNDGയെ നിയമിക്കുന്നത് രാഷ്ട്രപതി.
ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം ഇന്ത്യയിലെ ആൺകുട്ടികളുടെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം എത്രയാണ്? 21 വയസ്സാണ്. ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ ആൺകുട്ടികളുടെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം 21. ഇന്ത്യ ഗവൺമെൻറ്റിന് ആവശ്യമായ നിയമോപദേശം നൽകുന്നത് ആരാണ്? ഇന്ത്യ ഗവൺമെൻറ്റിന് ആവശ്യമായ നിയമോപദേശം നൽകുന്നത് അറ്റോർണി ജനറലാണ്. അറ്റോർണി ജനറൽ. ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതി സക്കീർ ഹുസൈനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതി. ഒരു കാര്യം പറഞ്ഞോട്ടെ, ക്വിക്ക് റിവിഷൻ ആവശ്യമുള്ളവർക്കാണ് ക്വസ്റ്റ്യൻസ് വായിച്ചു പോകുന്നത്. ഒന്നുകൂടി പറയുന്നു, നിങ്ങൾക്ക് ബിഗിനേഴ്സിന് പഠിക്കാനായിട്ട് ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ ഇതൊക്കെ ഓർമ്മയിലിരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ബയോളജിയുടെ 500 ക്വസ്റ്റ്യൻസ്. അത് ക്യുമുലേറ്റീവ് റിവിഷൻ ഉൾപ്പെടെയാണ്. പക്ഷേ അതിന് അത്രത്തോളം വ്യൂ ഇല്ല. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ ക്യുമുലേറ്റീവ് റിവിഷൻ ആൾക്കാർക്ക് ആവശ്യമില്ല, എല്ലാവർക്കും ആവശ്യം ഉണ്ടാവണം എന്നില്ല. അപ്പോൾ റിവിഷൻ ആവശ്യമുള്ളവരുണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വായിച്ച് പഠിക്കാം. ഒരു ക്വിക്ക് റിവിഷൻ എന്നോണം നമുക്ക് പഠിക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതി ഏതാണ്? സക്കീർ ഹുസൈനാണ്. ഒരു പൗരൻ്റെ അവകാശങ്ങൾ എന്നാൽ എന്താണ്? രാഷ്ട്രം അനുവദിക്കുന്നതിനും എന്നാൽ സമൂഹത്തിൻ്റെ അംഗീകാരങ്ങൾ ആവശ്യമില്ലാത്തതുമാണ്. രാഷ്ട്രം അനുവദിക്കുന്നതും എന്നാൽ സമൂഹത്തിൻ്റെ അംഗീകാരങ്ങൾ ആവശ്യമില്ലാത്തതുമാണ് അവകാശങ്ങൾ. ബി, സമൂഹം അംഗീകരിക്കുകയും രാഷ്ട്രം അനുവദിക്കുകയും ചെയ്യുന്നതാണ് അവകാശങ്ങൾ. രാഷ്ട്രം അനുവദിക്കുകയും ചെയ്യുന്നതാണ് അവകാശങ്ങൾ. സി, രാഷ്ട്രം മാത്രം അനുവദിക്കുന്നതാണ് അവകാശങ്ങൾ. ഡി, സമൂഹം മാത്രം അംഗീകരിക്കുന്ന ആണ് അവകാശങ്ങൾ. ഏതാണ്? സി ആണ്. രാഷ്ട്രം മാത്രം അനുവദിക്കുന്നതാണ് അവകാശങ്ങൾ. ഒരു പൗരൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ രാഷ്ട്രം അംഗീകരിച്ചാൽ മതി. രാഷ്ട്രം അംഗീകരിക്കുന്നതാണ്, രാഷ്ട്രം മാത്രം അംഗീകരിക്കുന്നതാണ് അവകാശങ്ങൾ. അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം 1955. എന്തൊക്കെ ഓർക്കണം? ആർട്ടിക്കിൾ 17 ഓർക്കണം. മഹാത്മാഗാന്ധി കി ജയ് എന്ന് പറഞ്ഞ് പാസ്സാക്കിയ നിയമമാണ് 1955. ഒരു ബില്ല് പാസ്സാക്കുന്നതിന് പാർലമെൻറ്റിൽ ഓരോ സഭയിലും എത്ര പ്രാവശ്യം വായിക്കണം? പാർലമെൻറ്റിൽ ഓരോ സഭയിലും 3 തവണ വായിക്കണം. 3 തവണ വീതം വായിക്കണം. ഓക്കെ. കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലേ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിനെ പറ്റി നമ്മൾ സംസാരിച്ചില്ലേ. ആർട്ടിക്കിൾ 21A പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ അവകാശവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഫോം ചെയ്ത റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. അതെന്താണ്? പാർലമെൻറ്റിൽ വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26-നാണ്. പാർലമെൻറ്റ് പാസ്സാക്കിയ ഈ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. ക്ലിയർ. ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന്? 1975 ജൂൺ 25-നാണ് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. 500, 1000 ഈ കറൻസി നോട്ടുകൾ കേന്ദ്ര ഗവൺമെൻറ് പിൻവലിച്ചത് എന്നാണ്? 2018 നവംബർ 8-നാണ് ഈ നോട്ടുകൾ പിൻവലിച്ചത്. 2016 നവംബർ 8-ന്. ഓക്കെ, അപ്പോൾ എന്നാണ് ഡിമോണിറ്റൈസേഷൻ നടന്നതെന്നാണ് ക്വസ്റ്റ്യൻ. 2016 നവംബർ 8. ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി. റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷിക്കുന്നത്? ജനുവരി 26. ബാലവേല നിരോധിച്ചുകൊണ്ടുള്ള ഭരണഘടനാ ആർട്ടിക്കിൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. ആർട്ടിക്കിൾ 24 ബാലവേല. ഇന്ത്യൻ പ്രസിഡന്റ് രാജിവെക്കുകയാണെങ്കിൽ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? വൈസ് പ്രസിഡന്റിനാണ് രാജിക്കത്ത് നൽകേണ്ടത്. ഇന്ത്യൻ പ്രസിഡന്റ് രാജിവെക്കുകയാണെങ്കിൽ രാജിക്കത്ത് നൽകേണ്ടത് വൈസ് പ്രസിഡന്റിനാണ്. എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിലും വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്? എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യൻ പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? 35 വയസ്സാണ് ഇന്ത്യൻ പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം. അടുത്ത ചോദ്യം, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശം ഏതാണ്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഏതാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശം? ബി ഈസ് എ റൈറ്റ് ആൻസർ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ബാലനീതി നിയമം ഇന്ത്യയിൽ പാസ്സാക്കിയത് എന്നാണ്? 2000-ലാണ് ബാലനീതി നിയമം ഇന്ത്യയിൽ പാസ്സാക്കുന്നത്. ഇന്ത്യയിൽ എത്ര വർഷം സ്ഥിരതാമസമായിട്ടുള്ള ആൾക്കാണ് പൗരത്വത്തിന് അപേക്ഷിക്കാൻ അർഹതയുള്ളത്? നമ്മൾ ഓൾറെഡി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എത്ര വർഷമാണ്? 5 വർഷം.
5 വർഷമാണ് അല്ലേ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ചിരകാല അധിവാസം മുഖേന മദർ തെരേസയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം കിട്ടി. ആ പൗരത്വം നേടിയ വർഷം ഏതാണ്? 1951. 1951 മദർ തെരേസയ്ക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ എത്ര വർഷം സ്ഥിരതാമസമായിട്ടുള്ള ആൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള അർഹതയുണ്ട്? 5 വർഷം. ലോക്സഭയിൽ അംഗമാകുന്നതിന് ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? 25 25 ലോക്സഭയിൽ അംഗമാകുന്നതിന് ഏറ്റവും കുറഞ്ഞ പ്രായം. നമ്മൾ മുമ്പ് 35 പഠിച്ചല്ലോ, ഓർമ്മയുണ്ടോ? 35 വയസ്സ് ഇന്ത്യൻ പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായം 35. ഇപ്പോൾ പഠിച്ചത് എന്താ? ലോക്സഭയിൽ അംഗമാകുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25. മൗലിക അവകാശങ്ങളിൽ നിന്ന് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം എടുത്തു മാറ്റിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഇപ്പോൾ നമുക്ക് പച്ചവെള്ളം പോലെ അറിയാം, 44-ാമത്തെ. പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ഏതാണ്? പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ഏതാണ്? വോട്ടവകാശമാണോ, സ്വത്തവകാശമാണോ, സമത്വത്തിനുള്ള അവകാശമാണോ, ജീവിക്കാനുള്ള അവകാശമാണോ? ഡി ആണല്ലേ, ജീവിക്കാനുള്ള അവകാശം. റൈറ്റ് ആൻസർ ഡി. പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ജീവിക്കാനുള്ള അവകാശമാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്, വി ഓൾറെഡി ഡിസ്കസ്, സുപ്രീം കോടതിയാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി നീലം സഞ്ജീവ റെഡ്ഡിയാണ്. നീലം സഞ്ജീവ റെഡ്ഡിയാണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി. ഇന്ത്യൻ പ്രസിഡന്റിനെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന സംവിധാനം ഏതാണ്? ഇംപീച്ച്മെന്റ്, അവിശ്വാസ പ്രമേയം, ഓർഡിനൻസ്, പൊതു താൽപ്പര്യ ഹർജി. ഏതാണ്? ഇന്ത്യൻ പ്രസിഡന്റിനെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന സംവിധാനം ഇംപീച്ച്മെൻ്റ് ആണ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. ഇന്ത്യയിൽ എത്ര തരം പൗരത്വമാണുള്ളത്? ഒരു തരം പൗരത്വമാണുള്ളത്. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ അധ്യക്ഷൻ. വിവരാവകാശ നിയമം അനുസരിച്ച് വിവരങ്ങൾ നൽകേണ്ട സമയപരിധി എത്രയാണ്? 30 ദിവസമാണ്. വിവരാവകാശ നിയമം അനുസരിച്ച് വിവരങ്ങൾ നൽകേണ്ട സമയപരിധി എത്രയാണ്? 30 ദിവസമാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പെറ്റ്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ. അവർ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? 1946. 1946 ഡൽഹിയിൽ എത്തുന്നത്. 1946 മാർച്ച് 24. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിൽ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു ആയിരുന്നു. ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ പെറ്റ്വിക് ലോറൻസ് ആണ്. ഓക്കെ. അടുത്ത ചോദ്യം അത് തന്നെയാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു. ദേശീയ ഗാനം, ദേശീയ ഗീതം എന്നിവ അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24 ദേശീയ ഗാനം, ദേശീയ ഗീതം എന്നിവ അംഗീകരിച്ചത്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് KM മുൻഷി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആമുഖത്തിനെയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് KM മുൻഷി വിശേഷിപ്പിച്ചത്. റിട്ടുകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിട്ടുകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. റിട്ടുകൾ എന്ന 5 റിട്ടുകളാണ്. ആ പദങ്ങളൊക്കെ ഏതാണ്? ലാറ്റിനാണ്. ഓക്കെ, ലാറ്റിൻ വേർഡ്സ് ആണ്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ദക്ഷിണാഫ്രിക്ക. അടുത്ത ചോദ്യം. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏതാണ്? ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര റെഗ്മാർക്കാണ്. റെഗ്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് എന്താണ്? ഗുഡ് വീവ് എന്നാണ്. റെഗ്മാർക്കിൻ്റെ പുതിയ പേര് ഗുഡ് വീവ് എന്നാണ്. ഈ റെഗ്മാർക്ക് എന്ന ആശയം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ഇന്ത്യൻ നൊബേൽ സമ്മാന ജേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് കൈലാഷ് സത്യാർത്ഥിയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. കൈലാഷ് സത്യാർത്ഥി. ഓക്കെ, കൈലാഷ് സത്യാർത്ഥി. ഈ കൈലാഷ് സത്യാർത്ഥിക്ക് നോബൽ പ്രൈസ് ലഭിക്കുന്നത് 2014 ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനം. ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 12. ഓക്കെ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന ഭരണഘടനയിലെ വകുപ്പ്? പച്ചവെള്ളം പോലെ നമുക്കറിയാം, 21A. ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദവി വഹിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു.
അധികാരത്തിലിരിക്കെ വധിക്കപ്പെട്ട ഏക പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അധികാരത്തിലിരിക്കെ വധിക്കപ്പെട്ട ഏക പ്രധാനമന്ത്രി. എന്നാണ് നോട്ട ഇന്ത്യയിൽ നടപ്പിലാക്കിയത്? ഇപ്പോൾ നോട്ടയെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എന്നാണ് നോട്ട ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്? സെപ്റ്റംബർ 17 2013 സെപ്റ്റംബർ 27 ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. ഇന്ത്യ നോട്ട നടപ്പാക്കുന്ന എത്രാമത്തെ രാജ്യമാണ്? 14ാമത്തെ രാജ്യമാണ്. നമ്മൾ പറഞ്ഞു 14ാമത്തെ രാജ്യമാണ് നോട്ട നടപ്പിലാക്കുന്ന 14ാമത്തെ രാജ്യമാണ്. മുൻകൂർ നോട്ടീസ് നൽകാതെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉന്നയിക്കുവാനുള്ള അവസരത്തിന് എന്ത് പറയും? ശൂന്യവേള എന്ന് പറയും, അഥവാ 0 അവർ എന്ന് പറയും. മുൻകൂർ നോട്ടീസ് നൽകാതെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉന്നയിക്കുവാനുള്ള അവസരത്തിന് എന്ത് പറയും? ശൂന്യവേള എന്ന് പറയും. ഈ ശൂന്യവേള ഇന്ത്യയിൽ ആരംഭിച്ചത് 1962 0 അവർ എന്നുള്ളത് ഇന്ത്യയിൽ ആരംഭിക്കുന്നത് 1962 സുപ്രീം കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആർട്ടിക്കിൾ 32 നമ്മളൊരു റിട്ടിനെ കുറിച്ചുള്ള ഡിസ്കഷൻ വന്നപ്പോൾ പറഞ്ഞായിരുന്നു. 32 സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ. 226 ഹൈക്കോടതികൾക്ക്. ഓക്കെ. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി ആരാണ്? പി ഗോവിന്ദ മേനോനാണ് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ഫാത്തിമ ബീവി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. വനിതകൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ കോടതി സ്ഥാപിതമായത് എവിടെയാണ്? വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള കോടതി സ്ഥാപിതമായത് മുംബൈയിലാണ്. ലോക്പാൽ ബിൽ ആദ്യമായിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വർഷം 1968 1968 ലോക്പാൽ ബിൽ ആദ്യമായിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം. ചുവടെ പറയുന്ന മൗലിക അവകാശങ്ങൾ, അവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളുകൾ എന്നിവയെ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14-18 കറക്റ്റാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19-22. ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23-24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25-28. അതിലൊരു ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നത് ഏത് സാഹചര്യങ്ങളിലാണ് ഒരാളുടെ പൗരത്വം റദ്ദ് ചെയ്യപ്പെടുന്നത്? താഴെ തന്നിരിക്കുന്ന ഏത് സാഹചര്യങ്ങളിലാണ് ഒരാളുടെ പൗരത്വം റദ്ദ് ചെയ്യപ്പെടുന്നത്? പരിത്യാഗം, പ്രദേശ സംയോജനം, പൗരത്വ അപഹാരം, പൗരത്വം നിർത്തൽ ചെയ്യുന്നതിലൂടെ. പരിത്യാഗം എന്ന് വെച്ചാൽ സറണ്ടറാണ്. ഓക്കെ. പ്രദേശ സംയോജനം ഒരിക്കലും ഒരു റദ്ദ് ചെയ്യപ്പെടുന്ന സാഹചര്യമല്ല. അടുത്തത് പൗരത്വ അപഹാരം റദ്ദ് ചെയ്യപ്പെടും അല്ലേ? പൗരത്വം നിർത്തൽ ചെയ്യുന്നതിലൂടെ റദ്ദ് ചെയ്യപ്പെടാം. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ്? പരിത്യാഗം, പൗരത്വ അപഹാരം, പൗരത്വം നിർത്തൽ ചെയ്യുന്നതിലൂടെ. പ്രദേശ സംയോജനമാണ് ഇവിടെ തെറ്റ്. അപ്പം ഏത് സാഹചര്യങ്ങളിലൂടെയാണ് റദ്ദ് ചെയ്യപ്പെടുന്നതെന്നാണ് ചോദിച്ചത്. അപ്പം 1, 3, 4 ആണ് റൈറ്റ് ആൻസർ. ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ. മൗലിക അവകാശങ്ങൾ എന്നാൽ എന്താണ്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. ന്യായീകരിക്കാൻ ആവുന്നവ, സമ്പൂർണമായവ, നെഗറ്റീവോ പോസിറ്റീവോ ആകാം, ഭേദഗതി വരുത്താവുന്നവ. ഏതാണ് മൗലിക അവകാശങ്ങൾ എന്നാൽ? ന്യായീകരിക്കാൻ ആവുന്നവ, സമ്പൂർണമായവ എന്നുള്ളത് തെറ്റാണ് അല്ലേ? ന്യായീകരിക്കാനാവുന്നവ നെഗറ്റീവോ പോസിറ്റീവോ ആകാം, ഭേദഗതി വരുത്താവുന്നവയാണ്. ബി മാത്രമാണ് തെറ്റ്. മൗലിക അവകാശങ്ങളെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. മൗലിക അവകാശങ്ങളെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. മൗലിക അവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ്. ബി. മൗലിക അവകാശങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും ഭരണകൂടത്തിനെ വിലക്കുന്നു. സി. ഭാവി ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് നെഹ്റു റിപ്പോർട്ടാണ്. മൗലിക അവകാശങ്ങൾ ലഘൂകരിക്കാനും നിയന്ത്രിക്കാനും എടുത്തു കളയുവാനും പാർലമെൻറ്റിന് അധികാരമുണ്ട്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അനുച്ഛേദം 14 പ്രകാരമുള്ള നിയമത്തിന് മുന്നിൽ സമത്വം എന്ന തത്വത്തിൽ നിന്നും ഇളവുള്ള പദവിയാണ് ഏതൊക്കെയാണ്? അനുച്ഛേദം 14 പ്രകാരം നിയമത്തിന് മുന്നിൽ സമത്വം എന്ന തത്വത്തിൽ നിന്നും ഇളവുകളുള്ള പദവി ഏതാണ്? രാഷ്ട്രപതി ആൻഡ് ഗവർണർ. ചൂഷണത്തിനെതിരെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? ചൂഷണത്തിനെതിരെയുള്ള വകുപ്പുകൾ വകുപ്പ് 23ഉം 24ഉം. ചൂഷണത്തിനെതിരെയുള്ള വകുപ്പുകൾ വകുപ്പ് 23ഉം 24ഉമാണ്. മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 10. അടുത്ത ചോദ്യം. ഭരണഘടനയിലെ 10ാം പട്ടിക എന്തിനെ സൂചിപ്പിക്കുന്നു? ഭരണഘടനയിലെ 10ാം പട്ടിക എന്തിനെ സൂചിപ്പിക്കുന്നു? കൂറുമാറ്റ നിരോധന നിയമം. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, നിർമ്മാണ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ ബി ആർ അംബേദ്കർ.
മതേതരത്വം, സോഷ്യലിസം നമ്മൾ ഓൾറെഡി പഠിച്ചു. മതേതരത്വം, സോഷ്യലിസം എന്നിവ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? 1976 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം, സോഷ്യലിസം എന്നിവ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത്. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. UGC ആരംഭിച്ചത് ഏത് വിദ്യാഭ്യാസ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ. UGC ആരംഭിക്കുന്നത് ഏത് വിദ്യാഭ്യാസ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ. അടുത്ത ചോദ്യം. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കം ഓപ്പറേഷൻ പോളോ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കം ഓപ്പറേഷൻ പോളോ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത വ്യക്തി ആര്? D. ഉദയകുമാറാണ്. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? D. ഉദയകുമാറാണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? 324. കോടതി ജഡ്ജിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റാണ് സുപ്രീം കോടതി ജഡ്ജിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുൻഗാമി എന്താ? ഫെഡറൽ കോടതിയാണ്. ഏത് ആക്ട് പ്രകാരമാണ് ഫെഡറൽ കോടതി രൂപം കൊണ്ടത്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഫെഡറൽ കോടതി രൂപം കൊണ്ടത്. ഇപ്പോൾ ഉള്ള സുപ്രീം കോടതിയുടെ മുൻഗാമി ഏതാണെന്ന് ചോദിച്ചാൽ ഫെഡറൽ കോടതിയാണ്. അടുത്ത ചോദ്യം. പട്ടികവർഗക്കാർക്കുള്ള പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 89. താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനത്താണ് പഞ്ചായത്ത് രാജ് സംബന്ധിച്ചുള്ള 73ാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ അല്ലാത്തത്? മിസോറാം, ത്രിപുര, അരുണാചൽ പ്രദേശ്, സിക്കിം. എവിടെയാണ്? മിസോറാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ. വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവനെ സംബന്ധിച്ച കാര്യമാണെങ്കിൽ എത്ര മണിക്കൂറിനുള്ളിൽ വിവരം ലഭ്യമാക്കണം? വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവനെ സംബന്ധിച്ച കാര്യമാണെങ്കിൽ 48 മണിക്കൂറിനകം വിവരം ലഭ്യമാക്കണം. എത്രയാണ്? 48. ഓക്കെ, ഉറങ്ങിപ്പോല്ലേ. ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനത്തെക്കുറിച്ച് ശുപാർശ നൽകിയത് ആരുടെ നേതൃത്വത്തിലുള്ള സമിതിയായിരുന്നു? ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനത്തെക്കുറിച്ച് ശുപാർശ നൽകിയത് ആരുടെ നേതൃത്വത്തിലുള്ള സമിതിയായിരുന്നു? ബൽവന്ത് റായ് മേത്ത. അർഹതയില്ലാത്ത പദവിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നൽകാവുന്ന റിട്ട് ഏതാണ്? കോ വാറന്റോയാണ് അർഹതയില്ലാത്ത പദവിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നൽകാവുന്ന റിട്ട്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായിട്ട് പട്ടേലിനെ സഹായിച്ച മലയാളി ആരാണ്? VP മേനോൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി ഓക്കെ രാജ്കുമാരി അമൃത് കൗർ ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി ആരാണ്? രാജ്കുമാരി അമൃത് കൗർ ആരോഗ്യമന്ത്രി. ഓക്കെ. സംസ്ഥാന ഗവർണറാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? 35 വയസ്സ്. 35 വയസ്സാണ് സംസ്ഥാനത്ത് ഗവർണറാകാൻ വേണ്ട കുറഞ്ഞ പ്രായം. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര പേരടങ്ങുന്ന സമിതിയാണ്? 3 പേര്. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? നോക്കണം. ഹൈക്കോടതി എന്ന് കേൾക്കുമ്പോൾ തെറ്റരുത്. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റാണ് ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത്. പഠിക്കാതെ പോകുന്നവർ എന്തെഴുതും? ഗവർണർ എന്ന് എഴുതും. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ്. അടുത്ത ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായത് ആരാണ്? EK നയനാറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിട്ടുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് മുഖ്യമന്ത്രിയായത് ആരാണ്? C. അച്യുതമേനോൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് മുഖ്യമന്ത്രിയായത് C. അച്യുതമേനോൻ. അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്? അടിയന്തരാവസ്ഥ എന്ന കോൺസെപ്റ്റ് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ജർമ്മൻ ഭരണഘടനയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ എന്ന ഒരു ഐഡിയ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധ്യത നൽകിയ കമ്മിറ്റി ഏതാണ്? ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധ്യത നൽകിയ കമ്മിറ്റി PK തുങ്കൻ കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 330 മുതൽ 342 വരെ. അനുച്ഛേദം ഏതാണ്? 330 മുതൽ 342 വരെ.
ഭരണഘടനയിലെ മനസാക്ഷി എന്ന നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ആരാണ്? ഗ്രാൻവിലെ ഓസ്റ്റിൻ ആണ്. ഭരണഘടനയുടെ മനസാക്ഷി എന്ന നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചത്. 44-ാം ഭരണഘടനാ ഭേദഗതി നമുക്കിപ്പം അറിയാം. ആ സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഭരണഘടനയുടെ ഏത് ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം പാസ്സായത്? ഭരണഘടനയുടെ ഏത് ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം പാസ്സായത്? 52-ാം ഭേദഗതി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തി ആരാണ്? എസ് രാധാകൃഷ്ണൻ. എസ് രാധാകൃഷ്ണനാണ് ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തി. ഏത് അനുച്ഛേദപ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരമുള്ളത്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണിത്. 352. 352 നാഷണൽ എമർജൻസി. 352. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, അന്യായമായ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം, സ്വതന്ത്രമായി ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശം. ഏതൊക്കെയാണ്? സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, അതുപോലെ 3 അന്യായമായ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം. ഓക്കെ, 2ഉം 3ഉമാണ് ശരി ഉത്തരം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ജനാധിപത്യേതര ഗവൺമെൻറ് എന്നാൽ എന്താണ്? ജനാധിപത്യേതര ഗവൺമെൻറ് എന്നാൽ എന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം. ബി, ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം അവകാശവും പരിമിതമാണ്. സി, ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കണം. ഡി, ഭരണാധികാരികൾ നിയമത്തിന് അതീതമായി പ്രവർത്തിക്കുന്നു. ഏതാണ്? ജനാധിപത്യേതര ഗവൺമെൻറ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് അഭിപ്രായവും സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ പരിമിതമായിരിക്കും. അതുപോലെ ഭരണാധികാരികൾ നിയമത്തിന് അതീതമായി പ്രവർത്തിക്കും. ജനാധിപത്യേതര ഗവൺമെൻറ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ബി ആൻഡ് ഡി ആണ് റൈറ്റ് ആൻസർ. സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? സ്പീക്കർ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഡെപ്യൂട്ടി സ്പീക്കറിനാണ് സ്പീക്കർ രാജി സമർപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചത്? ഫ്രാൻസിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് സമത്വം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ആരാണ്? സ്പീക്കറാണ് ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ചീഫ് ജസ്റ്റിസ് ആണ് പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. നെക്സ്റ്റ്. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിന് കാലതാമസമുണ്ടായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ ഓരോ ദിവസത്തിലും ഒടുക്കേണ്ട പിഴ എത്രയാണ്? വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകാൻ കാലതാമസം നേരിട്ടാൽ ആ ഉദ്യോഗസ്ഥൻ ഓരോ ദിവസവും ഒടുക്കേണ്ട പിഴ എത്രയാണ്? അയാളിൽ നിന്ന് ഈടാക്കുന്ന പിഴ എത്രയാണെന്ന് ക്വസ്റ്റ്യൻ. 250 രൂപ. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചിട്ടുള്ളതാണോ എന്ന് പരിശോധിക്കുന്ന സംവിധാനം ഏതാണ്? ജുഡീഷ്യൽ റിവ്യൂ. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചിട്ടുള്ളതാണോ എന്ന് പരിശോധിക്കുന്ന സംവിധാനം ജുഡീഷ്യൽ റിവ്യൂ. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ്? MKSS. ഇതാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ചാൽ ഏതാണ് ശരി? താഴെ പറയുന്നതിൽ ഏതാണ് ശരി? കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും ഒരുമിച്ച് നിലനിൽക്കും. ഓപ്ഷൻ ബി, 2 നിയമങ്ങളും അസാധുവാകും. ഓപ്ഷൻ സി, കേന്ദ്ര നിയമത്തിന് മാത്രം സാധുതയുണ്ട്. ഓപ്ഷൻ ഡി, സംസ്ഥാന നിയമം അതാത് സംസ്ഥാനങ്ങളിൽ സാധ്യതയുള്ളതായിരിക്കും. ഏതാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ചാൽ എന്തു പറ്റും? സി, കേന്ദ്ര നിയമത്തിന് മാത്രമാണ് സാധുത. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ് ആരാണ്? KR നാരായണൻ. ഭാഷാ അടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന നടന്നത് ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? 7ാമത്തെ ഭേദഗതി. ഭരണഘടനയിൽ ഏതു വകുപ്പ് അനുസരിച്ചാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർവഹണ അധികാരം രാഷ്ട്രപതിയിൽ നിഷിദ്ധമായിരിക്കുന്നത്? 53ാം വകുപ്പ്.
ഭരണഘടനയിലെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർവഹണ അധികാരം രാഷ്ട്രപതിയിൽ നിഷിദ്ധമായിരിക്കുന്നത്? 53-ാം വകുപ്പ്. ഭരണഘടനയുടെ 1-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പട്ടിക ഏതാണ്? 9-ാം പട്ടിക. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ആരാണ്? വി ഓൾറെഡി ഡിസ്കസ്ഡ്. ആരാണ്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ ഭേദഗതികളെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 368 ആണ്. റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. മന്ത്രിസഭാ അംഗങ്ങളുടെ എണ്ണത്തിന് കണക്ക് നിശ്ചയിക്കുന്നത് ഭരണഘടനയാണ്. മന്ത്രിസഭാ അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ കണക്ക് നിശ്ചയിക്കുന്നത് ഭരണഘടനയാണ്. ഗ്രാമസഭകൾ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 73. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവൽക്കരണം പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം എത്രയാണ്? അനുച്ഛേദം 40 ആണ്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവൽക്കരണം പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം 40 ആണ്. ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 19. ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ 11. ഭാരത സർക്കാരിൻ്റെ എല്ലാ പ്രവൃത്തികളും ആരുടെ പേരിലാണ് നടത്തുന്നത്? രാഷ്ട്രപതി. പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഹെർബർട്ട് ബേക്കർ. പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയായ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എത്രയാണ്? 30 പേര്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? സ്പീക്കറാണ് നിയമിക്കുന്നത്. പാർലമെന്റിന്റെ അംഗമല്ലാത്ത ഒരാൾക്ക് പരമാവധി എത്ര കാലം പ്രധാനമന്ത്രി പദത്തിൽ തുടരാം? പാർലമെന്റിന്റെ അംഗമല്ലാത്ത ഒരാൾക്ക് പരമാവധി എത്ര കാലം പ്രധാനമന്ത്രി പദത്തിൽ തുടരാം? 6 മാസം. നിയമസഭ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഗവർണറാണ്. നിയമസഭ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഗവർണർ. നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത് ആരാണ്? ഗവർണറാണ്. ഗവർണർ. സംസ്ഥാന മുഖ്യമന്ത്രി, ലോക്സഭാ സ്പീക്കർ, രാഷ്ട്രപതി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി. സംസ്ഥാന മുഖ്യമന്ത്രി, ലോക്സഭാ സ്പീക്കർ, അതുപോലെ രാഷ്ട്രപതി. ഈ പദവികൾ വഹിച്ച ഏക വ്യക്തി ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡി. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന മലയാളി ആരാണ്? CM സ്റ്റീഫൻ. കുമാരപ്പ കമ്മിറ്റി ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഭൂപരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കുമാരപ്പ കമ്മിറ്റി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ആരാണ്? ഡോക്ടർ KG അടിയോടിയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകുന്നത് ആരാണ്? അഡ്വക്കേറ്റ് ജനറലാണ്. ആർക്ക്? സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകുന്നത് അഡ്വക്കേറ്റ് ജനറൽ. കേരള മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1998 ഡിസംബർ 11 കേരള മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 40. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യരെ പരാജയപ്പെടുത്തിയ രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? R വെങ്കിട്ടരാമൻ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യരെ പരാജയപ്പെടുത്തി രാഷ്ട്രപതിയായ വ്യക്തി R വെങ്കിട്ടരാമൻ. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന സഭയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? വിൻസെന്റ് ചർച്ചിൽ. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284. രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ പരമാവധി കാലാവധി എത്രയാണ്? 6 മാസം. രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ പുതിയ രാഷ്ട്രപതിയെ 6 മാസത്തിനകം തിരഞ്ഞെടുക്കണം. ചൈന സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി R വെങ്കിട്ടരാമൻ. ബഡ്ജറ്റിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 112 പ്രധാനമന്ത്രി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. പ്രധാനമന്ത്രി എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടന ഏകീകൃത സിവിൽ കോഡ് പരാമർശിച്ചിരിക്കുന്ന വകുപ്പ് ഏതാണ്? 44. പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നത്. ആരാണ്? രാഷ്ട്രപതി. രാജ്യസഭ അംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 30. ജനകീയ പദ്ധതി രൂപീകരിച്ച വ്യക്തി ആരാണ്? MN റോയ്.
ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? ഗവർണർക്കാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനായിട്ടുള്ള അധികാരം ഉള്ളത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടി പ്രവർത്തിച്ച സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആരാണ്? നമ്മൾ നേരത്തെ ഈ ക്വസ്റ്റ്യൻ വേറൊരു ഫോർമാറ്റിൽ പഠിച്ചു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പട്ടേലിനെ സഹായിച്ച വ്യക്തി ആരാണെന്ന്? VP മേനോൻ. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്പെഷ്യൽ ഓഫീസറുടെ ആസ്ഥാനം എവിടെയാണ്? ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്പെഷ്യൽ ഓഫീസറുടെ ആസ്ഥാനം അലഹബാദ്. സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ലോ ഓഫീസർ ആരാണ്? അഡ്വക്കേറ്റ് ജനറലാണ്. സംസ്ഥാനത്തിൽ നമ്മൾ മുമ്പേ പറഞ്ഞു, സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ലോ ഓഫീസർ അഡ്വക്കേറ്റ് ജനറലാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. എ. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ പരിധിയിൽ പെടുന്നു. ബി. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കാണ് കൂടുതൽ വേതനം. സി. നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഡി. ഇലക്ഷൻ സംബന്ധമായ രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവനകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവനകൾ: എ തെറ്റാണ്. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ പരിധിയിൽപ്പെടുന്നില്ല. ബി. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂടുതൽ വേതനം. അങ്ങനെ കൂടുതൽ വേതനമൊന്നും ഇല്ല. ബാക്കി രണ്ടെണ്ണം സി ആൻഡ് ഡി കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എയും ബിയുമാണ്. തെറ്റായവയാണ് ചോദിച്ചത്. തെറ്റായവ എയും ബിയുമാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഭരണഘടന ആർട്ടിക്കിളുകൾ 324 ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 324 ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പറയുന്നു. ഇന്ത്യൻ ധനകാര്യ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി VP മേനോനാണ്. 14ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ് ആണ്. ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ അതേപടി നടപ്പിലാക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ്. അപ്പോൾ ഇത് നോക്കാം. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 280. അപ്പോൾ ഇത് തെറ്റാണ്. ഇന്ത്യൻ ധനകാര്യ കമ്മീഷൻ്റെ അംഗമായ ആദ്യ മലയാളി VP മേനോൻ. 14ാം ധനകാര്യ കമ്മീഷൻ NK സിംഗ് അല്ല, YV റെഡ്ഡിയാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഫിനാൻസ് കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ അതേപടി നടപ്പാക്കേണ്ട അഡ്വൈസറി നേച്ചറാണ്. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ ഏത് മാത്രമാണ് കറക്റ്റ്? 2 മാത്രമാണ് കറക്റ്റ്. സോ 2 റൈറ്റ് ആൻസർ. ബി ആണ് റൈറ്റ് ആൻസർ. അടുത്തത് CAG കുറിച്ച് നമ്മൾ പറഞ്ഞു, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 168 CAG കുറിച്ച് പറയുന്നു. 6 വർഷക്കാലമോ 65 വയസ്സോ വരെയാണ് സേവന കാലാവധി. സേവന കാലാവധിക്ക് ശേഷം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയോ സ്ഥാനങ്ങൾ വഹിക്കാൻ അർഹതയില്ല. CAGയുടെ ശമ്പളം സുപ്രീം കോടതി ജഡ്ജിയുടേതിന് തുല്യമാണ്. അപ്പോൾ ആർട്ടിക്കിൾ 168 ആണോ CAG കുറിച്ച് പറയുന്നത്? അല്ല, നമ്മൾ നേരത്തെ പഠിച്ചു ആർട്ടിക്കിൾ 148 സോ അത് തെറ്റാണ്. 6 വർഷക്കാലമോ 65 വയസ്സോ അത് കറക്റ്റാണ്. സേവന കാലാവധിക്ക് ശേഷം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നും സ്ഥാനങ്ങൾ വഹിക്കരുത്. CAGയുടെ ശമ്പളം സുപ്രീം കോടതി ജഡ്ജിന് തുല്യമാണ്. അപ്പോൾ 1, 2, 3, 4 കറക്റ്റാണ്. 1 തെറ്റായിരുന്നു അല്ലേ? 148 പറയുന്നത്. തുടർന്ന് പഠിക്കാം. അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? അറ്റോർണി ജനറലുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ: ഇന്ത്യയിലെ 1ാമത്തെ നിയമ ഓഫീസറാണ്. പാർലമെൻറ്റിലെ അംഗമല്ലെങ്കിൽ പോലും പാർലമെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് കഴിയും. രാഷ്ട്രപതിയാണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത്. പാർലമെൻറ്റ് അംഗമല്ലാത്തതിനാൽ പാർലമെൻറ്റിൽ പങ്കെടുക്കാനുള്ള അവകാശം ഇല്ല. 2 സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ളത്. പാർലമെൻറ്റ് അംഗമല്ലാത്തതിനാൽ പാർലമെൻറ്റിൽ പങ്കെടുക്കാനുള്ള അവകാശം ഇല്ല. ശരിക്കും അവകാശം ഉണ്ട്. അപ്പോൾ എയും ബിയും സിയും കറക്റ്റാണ്. ഡി ആണ് തെറ്റ്. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പാസ് ദി പോസ്റ്റ് വോട്ടിംഗ്. അതാണ് FPTP സമ്പ്രദായം. അതായത് നിൽക്കുന്ന കാൻഡിഡേറ്റ്സിൽ നിന്ന് ഒരാൾക്ക് ഒരു സിംഗിൾ വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളായിരിക്കും ജയിക്കുന്നത്. ബ്ലോക്ക് വോട്ടിംഗ് സിസ്റ്റം ഒന്നുമില്ല. അതാണ് FPTP എന്ന് പറയുന്നത്. ഒരു സിംഗിൾ വോട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാം. മൗലിക അവകാശ സംരക്ഷണത്തിനായിട്ട് റിട്ട് പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ് 226. ഏത് ലക്ഷ്യം കൈവരിക്കാനാണ് 2003 വൈദ്യുതി നിയമം പ്രധാനമായും ലക്ഷ്യമിട്ടത്? വൈദ്യുതി മോഷണത്തിന് കർശന ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നു.
സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം അല്ലാത്തത്, താഴെ പറയുന്നവയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ശമ്പളത്തിലും മറ്റ് ആനുകൂല്യങ്ങളിലും കുറവ്. ഓപ്ഷൻ ബി സാമ്പത്തിക ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായിട്ട് മാറ്റിവെക്കപ്പെടും. ഓപ്ഷൻ സി ന്യായാധിപരുടെ ശമ്പളത്തിലുള്ള കുറവ്. ഓപ്ഷൻ ഡി സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെ പോസ്റ്റുകൾ പിരിച്ചുവിടും. നമുക്ക് ഓപ്ഷൻ വായിച്ചപ്പോഴേ മനസ്സിലായി ഏതാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം അല്ലാത്തത്. ഡെഫിനറ്റ്ലി ഡി ആണ്. അപ്പോൾ ഡി ആണ് റൈറ്റ് ആൻസർ. ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 4A. കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 52-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്നു. 1990-ലാണ് നിലവിൽ വന്നത്. ഭരണഘടനയുടെ 10-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 107-ാം ഭരണഘടനാ അനുച്ഛേദത്തിൽ കൂറുമാറ്റ നിരോധന നിയമത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു. 52-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്നു. ഭരണഘടനയുടെ 10-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എയും സിയുമാണ് റൈറ്റ് ആൻസർ. 2005-ലെ ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീക്കുള്ള സംരക്ഷണ നിയമം 2005-ലെ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടത് ആരാണ്? ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടത് സംരക്ഷണ ഉദ്യോഗസ്ഥനാണ്. സംരക്ഷണ ഉദ്യോഗസ്ഥൻ. ഏത് കോടതികൾക്കാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്? നമ്മൾ പല രീതിയിൽ ആ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞു. ഹൈക്കോടതിയും സുപ്രീം കോടതിക്കുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള റൈറ്റ് ഉള്ളത്. തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണ വിളംബരം ഏതായിരുന്നു? പാട്ടവിളംബരമാണ് തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. പാട്ടവിളംബരം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കപ്പെട്ടത്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ അംഗസംഖ്യ 543. എ മാത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് റിട്ട് പുറപ്പെടുവിക്കാനുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ സുപ്രീം കോടതി 32, ഹൈക്കോടതി എത്രയാണ്? 226. താഴെ തന്നിരിക്കുന്നവയിൽ 2005-ലെ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതല അല്ലാത്തതാണ് ക്വസ്റ്റ്യൻ. ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെയും NGOകളുടെയും സേവനങ്ങൾ ഏകോപിപ്പിക്കുക. സംഘടപ്പെട്ട വ്യക്തിക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി നിയമപ്രകാരം നിയമസഹായം ഉറപ്പുവരുത്തുക. മജിസ്ട്രേറ്റിനെ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുവാനായിട്ട് സഹായിക്കുക. ഗാർഹിക സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക. പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതല അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെയും NGOകളുടെയും സേവനങ്ങൾ ഏകോപിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ പെടുന്നതല്ല. സംഘടപ്പെട്ട വ്യക്തിക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി നിയമപ്രകാരം നിയമസഹായം ഉറപ്പുവരുത്തുക. മജിസ്ട്രേറ്റിനെ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കാൻ സഹായിക്കുക. ഗാർഹിക സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇത് മാത്രം ഡ്യൂട്ടിയിൽ പെടുന്നതല്ല. സോ എ ഈസ് ദ റൈറ്റ് ആൻസർ. അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളെ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 358. രാജ്യത്തെ സർവ്വസൈന്യാധിപനും തലവനും ആരാണ്? രാഷ്ട്രപതി. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നത്? ജവഹർലാൽ നെഹ്റു, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, BL മിറ്റൽ, KM മുൻഷി. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നത്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ്? അരബിന്ദ ഘോഷാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്? കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചാണ്. ധനബില്ലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. രാജ്യസഭയ്ക്കാണ് കൂടുതൽ അധികാരം, ലോക്സഭയ്ക്കാണ് കൂടുതൽ അധികാരം. ഇരു സഭകൾക്കും തുല്യ അധികാരമാണ്. ധനബില്ലുകളിൽ അന്തിമ അധികാരം ലോക്സഭാ സ്പീക്കറുടേതാണ്. ലോക്സഭയ്ക്കാണ് ധനബില്ലിൽ ഏറ്റവും കൂടുതൽ അധികാരം. ബി റൈറ്റ് ആണ്. അതുപോലെ തന്നെ ധനബില്ലിൽ അന്തിമ അധികാരം ലോക്സഭാ സ്പീക്കറുടേതാണ്. ശരിയായ ഉത്തരം ബിയും ഡിയുമാണ് ശരിയായ. അടുത്ത ചോദ്യം, പൗരത്വം ഏറ്റെടുക്കൽ അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത് എന്താണ്? പാർലമെൻറ്റിൻ്റെ ലളിതമായ ഭൂരിപക്ഷം നമ്മൾ ഓൾറെഡി പഠിച്ചാണ്, അതുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. വീണ്ടും പൗരത്വം ഏറ്റെടുക്കൽ അവസാനിപ്പിക്കൽ എന്നിവയെ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത് പാർലമെൻറ്റിൻ്റെ ലളിതമായ ഭൂരിപക്ഷമാണ്. കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്? 20 ലോക്സഭാ മണ്ഡലങ്ങൾ. ആദ്യമായിട്ട് സംയുക്ത സമ്മേളനം നടന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഹാള് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പാർലമെൻറ്റ് സെൻട്രൽ ഹാൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ യോഗ്യരല്ലെന്ന് തോന്നിയാൽ അവരെ നിരാകരിച്ച് വോട്ട് ചെയ്യാനുള്ള അവകാശം എന്താണത്? നിഷേധ വോട്ടാണ്. നിഷേധ വോട്ട്.
മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ശാരദ ആക്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബാല്യ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശാരദ ആക്ട്. ലോക്സഭയിലെ 0 ഓവർ നമ്മൾ പഠിച്ചു. 0 ഓവറിൻ്റെ പരമാവധി സമയം എത്രയാണ്? 1 മണിക്കൂറാണ്. 0 ഓവറിൻ്റെ പരമാവധി ടൈം എത്രയാണ്? 1 മണിക്കൂർ. രാജ്യസഭയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടുപിടിക്കുക. തെറ്റായ പ്രസ്താവനയാണ് രാജ്യസഭയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 അംഗം വിരമിക്കുകയും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും. അംഗങ്ങളുടെ കാലാവധി 6 വർഷം. മന്ത്രിസഭയുടെ നിലനിൽപ്പിന് രാജ്യസഭയുടെ ഭൂരിപക്ഷം പിന്തുണ ആവശ്യമില്ല. ഭൂരിപക്ഷം രാജ്യസഭാ അംഗങ്ങളുടെയും പിന്തുണയുള്ളിടത്തോളം മാത്രമേ സഭയുടെ അധ്യക്ഷന് ആ സ്ഥാനത്ത് തുടരാൻ കഴിയുള്ളൂ. ഏതാണ്? ഡി ആണ് തെറ്റായ പ്രസ്താവന. ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷം. കർഷകർക്ക് വേണ്ടി ദേശീയ കമ്മീഷൻ രൂപീകരിച്ചത് 2004. അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, അതിലൂടെ ഇന്ത്യയിൽ ലോക്പാൽ ബില്ല് പാസ്സാക്കുന്നതിനായിട്ട് പൊരുതിയ ഗാന്ധിയനാരാണ്? അണ്ണാ ഹസാരെ. ഉറങ്ങിപ്പോലെ ഇപ്പം തീരും. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 292. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ആദ്യമായിട്ട് ഭാരതരത്നം നേടിയ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. സമത്വത്തിനുള്ള അവകാശം താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? നിർദ്ദേശക തത്വങ്ങൾ, മൗലിക അവകാശം, ജന്മാവകാശം, ന്യായ അവകാശം. ഏതാണ് സമത്വത്തിനുള്ള അവകാശം? മൗലിക അവകാശമാണ്. സോ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. നരസിംഹം കമ്മിറ്റി ഏതു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബാങ്കിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലോക്സഭയിലോ രാജ്യസഭയിലോ ക്വാറം തികയ്ക്കാൻ എത്ര പേര് ഹാജരാകണം? 10 ഹാജരുണ്ടെങ്കിൽ ക്വാറമായി. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അഴിമതി തടയുന്നതിനായിട്ട് ദേശീയ തലത്തിൽ 1964 രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? സെൻട്രൽ വിജിലൻസ് കമ്മീഷനാണ്. 1964 രൂപം കൊണ്ട സ്ഥാപനം സെൻട്രൽ വിജിലൻസ് കമ്മീഷനാണ്. അപ്പോൾ 350 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 350 ചോദ്യങ്ങൾ. ഇതുവരെ ഇരുന്ന് ക്ഷമയോടെ കേട്ട് പഠിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് അടിച്ചേക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക്, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മൾ 350 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. പഠിച്ചവർക്കാണെങ്കിൽ ഇത് ഒരു ക്വിക്ക് റിവിഷനായിട്ട് ഉപയോഗിക്കാം. ഇനിയില്ല, ബിഗിനേഴ്സാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കാൻ പ്രയാസമുള്ളവർക്കാണെങ്കിൽ ഒരു ക്യുമുലേറ്റീവ് റിവിഷൻ പോലെ നമുക്ക് ഈ 350 ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ ക്യുമുലേറ്റീവ് റിവിഷനായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങളുടെ ആവശ്യം, അതോ ഇത് ഓക്കെയാണോ, ഈ ക്വിക്ക് റിവിഷൻ മോഡൽ മതിയോ, ഇനി എന്ത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടത്, ഇതൊക്കെ നിങ്ങൾ സജഷൻസിലൂടെ അറിയിക്കണം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ.